stand united, our spirits bright. Dans la ville de Paris, where dreams come alive. Nous sommes ensemble, notre âme survit. Glorious, we rise above. In the games of unity, we find our love, love, yeah. ഇന്നു മുതല് ഒരു വലിയൊരു സംഭവത്തിനാണ് നമ്മുടെ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. പാരീസില് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായികമേളയായിട്ടുള്ള ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവാണ്. നീരജ് ചോപ്രയ്ക്ക് ഏത് ഇവന്റിലാണ് സ്വർണം കിട്ടിയത്? ജാവലിൻ ത്രോ അല്ലേ? ഗുഡ്. ഒളിമ്പിക്സ് രണ്ട് തരത്തിലുള്ള ഒളിമ്പിക്സുകൾ ഉണ്ടായിരുന്നു. ഒന്ന് പ്രാചീന ഒളിമ്പിക്സും മറ്റൊന്ന് ആധുനിക ഒളിമ്പിക്സും. ഇത് ആധുനിക ഒളിമ്പിക്സ് ആണ്. 1896 ഗ്രീസിലെ ഏതൻസിലാണ് ഏറ്റവും ആദ്യത്തെ ഒളിമ്പിക് മത്സരം നടക്കുന്നത്. അതിനുശേഷം 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എത്ര വർഷം കൂടുമ്പോഴാ? 4 വർഷം കൂടുമ്പോൾ. എന്നാൽ ഇതിനിടയ്ക്ക് ചില വർഷങ്ങളിൽ ഒളിമ്പിക് മത്സരങ്ങൾ യുദ്ധം കാരണം, ലോകമഹായുദ്ധങ്ങൾ കാരണം ഇടയിൽ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എത്ര വളയങ്ങളാണ് ഉള്ളത്? 5 വളയങ്ങൾ അല്ലേ? എത്ര വളയങ്ങള്? വെരി ഗുഡ്. അപ്പൊ ഈ 5 വളയങ്ങള് 5 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? അതറിയാം. യൂറോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഇത്തവണ യൂറോപ്പിലാണ് ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ് പാരീസിലാണ് എന്ത് നടക്കുന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സ്. ഏതാ? ആഫ്രിക്കയുടെ കളർ, ഏഷ്യയുടെ നിറേതാ? യെല്ലോ നിറത്തിലുള്ള വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏഷ്യ. ഒരു ഏഷ്യക്കാരുമായോ? ഓക്കെ. അമേരിക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓസ്ട്രേലിയയുടെ കളർ ഏതാണ്? പച്ച, ഗ്രീൻ അല്ലേ? ഓഫീസ്. ഓക്കെ. അപ്പൊ അങ്ങനെ 5 വളയങ്ങളുള്ള ഒരു സിമ്പലാണ് നമുക്ക് ഒളിമ്പിക്സിനായിട്ടുള്ളത്. അപ്പൊ അതാണ് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ. നമ്മൾ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഇനി ചില വിവരങ്ങള്, ഒളിമ്പിക്സിനെ പറ്റിയുള്ള ചില വിവരങ്ങള് നമ്മുടെ കൂട്ടുകാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. വർഷത്തെ ചരിത്രം. വിശ്വാസ സാഹോദര്യത്തിന്റെ കൂടി പ്രതീകമായ ആധുനിക ഒളിമ്പിക്സിന്റെ ആദ്യ പതിപ്പ് 1896 ഗ്രീസിലെ ഏതൻസിൽ നടന്നു. 250 കായിക താരങ്ങൾ പങ്കെടുത്തു. 42 ഇനങ്ങളാണ് അന്ന് നടന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന മേള 2021 ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലാണ് നടന്നത്. 128 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ 29 മേളകൾ നടന്നു കഴിഞ്ഞു. 2 ലോക യുദ്ധങ്ങൾ മൂലം 1916, 1940, 44 വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നു. ഇതിൽ തവണ നടന്നത് യുഎസിലാണ്. സെന്റ് ലൂയിസ് 1904, ലോസ് ആഞ്ചൽസ് 1932, 1984, അറ്റ്ലാന്റ 1996 എന്നിവയാണ് യുഎസിലെ ഒളിമ്പിക് നഗരങ്ങൾ. 16 തവണ ഒളിമ്പിക്സിന് വേദിയാവാൻ ഭാഗ്യമില്ലാതെ പോയൊരു വൻകരയുണ്ട്, ആഫ്രിക്ക. ഇതുവരെ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ സ്വന്തമാക്കിയത് യുഎസ് ആണ്. 2638 മെഡലുകൾ, 1065 സ്വർണം, 835 വെള്ളി, 738 വെങ്കലം. മെഡൽ പട്ടികയിൽ കൂടുതൽ തവണ 1ാം സ്ഥാനത്തെത്തിയ രാജ്യവും യുഎസ് ആണ്, 18 തവണ. എല്ലാ ഒളിമ്പിക്സിലും ഹാജർ. ഏതൻസ് മുതൽ ടോക്കിയോ വരെയുള്ള നടന്ന എല്ലാ മേളകളിലും പങ്കെടുത്ത 5 രാജ്യങ്ങൾ മാത്രം: ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഗ്രീസ്. ഇതിൽ എല്ലാ മേഖലകളിലും ഏതെങ്കിലും ഒരു മെഡലെങ്കിലും നേടിയത് ബ്രിട്ടൻ, ഓസ്ട്രേലിയയും ഫ്രാൻസുമാണ്. എല്ലാ ഒളിമ്പിക്സിലും ഒരു സ്വർണ്ണ മെഡലെങ്കിലും നേടിയ ഏക രാജ്യം ബ്രിട്ടനാണ്.
ഏറ്റവും ഉയരത്തിൽ നടന്ന ഒളിമ്പിക്സ് മേള സമുദ്രനിരപ്പിൽ നിന്ന് 2240 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മെക്സിക്കോ സിറ്റി ആയിരുന്നു വേദി. ഒരിക്കൽ മാത്രമാണ് വനിതാ സാന്നിധ്യമില്ലാതെ ഒളിമ്പിക് മത്സരങ്ങൾ നടന്നത്. 1896 പ്രഥമ ഗെയിംസിൽ വനിതകൾ മത്സരിച്ചില്ല. 1900 പാരീസ് മേള മുതൽ വനിതകളും മത്സരിച്ചു തുടങ്ങി. 10 ഒളിമ്പിക്സുകൾ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മേളകളിൽ പങ്കെടുത്ത വ്യക്തി എന്ന റെക്കോർഡ് കാനഡയുടെ അശ്വാഭ്യാസ താരം ഇയാൻ മില്ലർക്കാണ്. 1972, 1976, 1984, 1988, 1992, 1996, 2000, 2004, 2008, 2012 ഈ മേളകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. 2008 ഒരു വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഫെൽപ്സിന്റെ മെഡൽ കൂന. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതിനുള്ള ബഹുമതി അമേരിക്കയുടെ നീന്തൽ ഇതിഹാസം മൈക്കിൾ ഫ്രെഡ് ഫെൽപ്സിന്റെ പേരിലാണ്. 28 മെഡലുകൾ, 23 സ്വർണം, 3 വെള്ളി, 2 വെങ്കലം. കൂടുതൽ ഒളിമ്പിക്സിൽ നേടിയ താരം 23 സ്വർണം. ഒരൊറ്റ ഒളിമ്പിക്സ് മേളയിൽ നിന്നു കൂടുതൽ സ്വർണം. 8 വ്യക്തിഗത വിഭാഗങ്ങളിൽ നിന്ന് മാത്രം കൂടുതൽ സ്വർണം 13 തുടങ്ങിയ റെക്കോർഡുകൾ ഫെൽപ്സിന്റെ പേരിലാണ്. ഒന്നാം വനിത. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ വനിതാ താരം സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള താരമാണ്. 9 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 18 മെഡലുകൾ. ജിംനാസ്റ്റിക്സിൽ 1956, 1960, 1964 വർഷങ്ങളിലാണ് ലാറ്റിനയുടെ മെഡൽ നേട്ടം. ഇതിൽ 14 മെഡലുകളും വ്യക്തിഗത ഇനങ്ങളിലൂടെയാണ് ലഭിച്ചത്. ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ട്രാക്കിൽ നിന്ന് കൂടുതൽ സ്വർണ്ണ മെഡലുകൾ എന്ന ബഹുമതി യുഎസിന്റെ കാൾ ലൂയിസിനും ഫിൻലൻഡിന്റെ പാവോ നൂർമിക്കും സ്വന്തം. 9 സ്വർണം വീതം. 1920 മുതൽ 1928 വരെയുള്ള ഒളിമ്പിക് മേളകളിൽ നിന്ന് നൂർമി നേടിയത് 9 സ്വർണവും 3 വെള്ളിയും അടക്കം 12 മെഡലുകളാണ്. കാൾ ലൂയിസ് 1984 മുതൽ 1996 വരെ 4 മേളകളിൽ നിന്ന് സ്വന്തമാക്കിയത് 9 സ്വർണവും 3 വെള്ളിയും അടക്കം 10 മെഡലുകൾ. 1896 വരെ അദ്ദേഹം സെക്രട്ടറി ആയി തുടർന്നു. അതേ വർഷം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. 1952 വരെ ആ പദവി തുടർന്നു. പ്രായം കുറഞ്ഞ ജേതാവ്. ഡോക്കോറിയൽ മേളയിൽ വനിതകളുടെ സ്കേറ്റിംഗ് ബോർഡിംഗ് പാർട്ട് വിഭാഗത്തിൽ ജപ്പാന്റെ കോക്കോൺ ഹിരാക്കിയുടെ പേരിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ പേരുള്ള മെഡൽ നേട്ടം. എന്നാൽ പ്രായം കുറഞ്ഞ സ്വർണ്ണ മെഡൽ ജേതാവ് എന്ന റെക്കോർഡ് മർജോറി ഗസ്ട്രിംഗ് എന്ന അമേരിക്കക്കാരുടെ പേരിലാണ്. 1936 ബെർലിൻ മേളയിൽ വനിതകളുടെ 3 മീറ്റർ സ്പ്രിംഗ് ബോർഡിംഗ് ഡൈവിംഗിൽ ജേതാക്കാകുമ്പോൾ മെർജോയ്ക്ക് 13 വയസ്സും 268 ദിവസവും. ഗോൾഡൻ ഗേൾ. ഒരു വർഷം തന്നെ ടെന്നീസിലെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫ് തൊട്ട് പിന്നാലെ നടന്ന ഒളിമ്പിക് സിംഗിൾസും വിജയിച്ച ഗോൾഡൻ സ്ലാം പട്ടം കരസ്ഥമാക്കിയ ഈ നേട്ടം സ്വന്തമാക്കിയ ഏക താരമാണ് സ്റ്റെഫി. 1988 സോൾ ഗെയിംസിലായിരുന്നു സ്റ്റെഫിയുടെ ചരിത്ര നേട്ടം. പിയറെ ഡി കുബർട്ടിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പ്രഭുവാണ് ഒളിമ്പിക് മത്സരങ്ങൾ നിർത്തിയതിന് ശേഷം വീണ്ടും ഒളിമ്പിക്സ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നതും ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിച്ചതും. അപ്പൊ ഇന്ത്യയുടെ പല മത്സരങ്ങളും ഉണ്ട്. ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള ഒരുപാട് മത്സരങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണുക. ഓക്കെ.